ഹലോ, ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ അത് തന്നെ എല്ലാ വർഷവും കേരളത്തിലെ അങ്ങും ഇങ്ങുള്ള സ്ഥലങ്ങളിലെ ലൊക്കടാച്ചികളെ ഫേമസ് ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ലോക ലൊക്കടാച്ചികളാക്കി വിടുന്ന വലിയ ബോസിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. അതെ, ബിഗ് ബോസ് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ളിൽ എന്തൊക്കെ നടന്നു? ബോസ് സീസൺ 7 എപ്പിസോഡ് 5 ഡേ 4 ഇങ്ങനെ കഴിഞ്ഞില്ലേ? ഈ പറഞ്ഞതിന്റെ പകുതി കഴിഞ്ഞ സീസൺ ചെയ്തിരുന്നെങ്കിൽ ഇയാൾക്ക് ജയിക്കുമായിരുന്നു. വെറുതെ വാച കളിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് കാണിച്ചെത്തുന്ന മുതലാണിത്. അതുപോട്ടെ, കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം പറയാനുള്ള കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനീഷ് ടി എ. എന്റെ പേര് ഇഞ്ചി. വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സാധാരണക്കാർക്ക് വേണ്ടി വന്ന ആളാണ് ഇദ്ദേഹം. PS ഇനി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും 2025 സാധാരണക്കാർക്ക് വേണ്ടി പോരാടിയ ധീരയോദ്ധാവായിരിക്കും. ഉത്തരം അനീഷ് ടി എ. ബിഗ് ബോസ് തുറന്ന ഇങ്ങനെയും പിന്നെ ഇയാളെ ബാക്ക് നടക്കുന്ന അങ്കമാലി കളിച്ചോണ്ടിരിക്കുന്ന തോട്ടരവിനെയും ദിൽഷാനൂറിനെയും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഗൈസ്. അതങ്ങനെ നിർത്തിക്കോ. മാത്രല്ല, നീ നമ്മളെ അളിയൻസൊക്കെ ഷാപ്പിൽ തള്ളി പുറത്തിറക്കി വിട്ട് അത് നിന്റെ അടുത്ത് ചോദിക്കാൻ അറിയാൻ പാടില്ല. ഇവിടെ നമ്മൾ തമ്മിലൊരു കച്ചവടം നടക്കുന്നത് കുറിച്ച് മിണ്ടാണ്ടിരുന്നാണ്. കൊച്ചേർക്ക, ഇതാണ് തോട്ട. നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല. നീ ഹോൾസെയിലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല, ഒരു മറ്റതും ചെയ്യില്ല കേട്ടാ ഗൈസ്. ഇങ്ങനെ അങ്കമാലിന്ന് പോന്നിട്ടില്ല ഗൈസ്. ഇപ്പോഴും തോട്ടരവിയായി ജീവിക്കുകയാണ്. ഓറഞ്ച്, ആപ്പിള്, ഞാൻ തന്നെ ആദ്യം ജ്യൂസ് കുടിക്കാം. ഹലോ, കണ്ടസ്റ്റന്റ് ആണോ? അല്ല, ഇവിടെ തുറക്കാവുന്ന ചേച്ചിയാ. അതെ. അതെയോ? എന്നാ വന്നോളൂ. അല്ലേ? ആണോ? അല്ലേ? ആണോ? ആ, എന്തുവാണ് ഇതൊക്കെ? എന്നെ അറിയില്ല. എനിക്ക് കാണുന്നില്ല, അടുത്ത് വന്നാലേ കാണാൻ പറ്റും. എന്നാ അവിടെ തന്നെ നിന്നോ, കാണണ്ട. സ്ക്രീനിൽ വേറെ അനുമോളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗൈസ്, അനുമോള് സ്റ്റാർ മാജിക്കത്തെ ഒരു ലോട്ട് തക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആളല്ല, ചേട്ടന്മാരും ചേച്ചിമാരും അല്ലാത്തതുകൊണ്ട് നല്ല അടിപൊളി കിട്ടുന്നുണ്ട്. ജിസേലിന്റെ അടുത്ത് നമുക്ക് കിട്ടിയോണ്ടിരിക്കും. തീർന്ന് അനുമോള് തീർന്ന്, ഗുള്ളിന്റെ അടുത്ത് തീർന്ന്. കുണ്ടിൽ വീണു. നീ വല്ലവന്റെ ഗെയിം കളിക്കാണ്ട് സ്വന്തം ഗെയിം കളിക്ക്. അവിടെയാണ് നീ ഹീറോ ആണ്. എനിക്ക് ഇവിടെ കുത്തിത്തീർപ്പുണ്ടാക്കിയാലോ എന്നെ കരീപിച്ചവനല്ലവൻ. നീ വല്ലവന്റെ അടിമയായ അങ്ങനെ ഹീറോ ആവും. അപ്പൊ ചേട്ടനല്ല നേരത്തെ അപ്പാണിന്റെ കൂടെ എന്നിട്ട് ഷാനവാസിന് തൂക്കിയെടുത്ത എന്നിട്ട് ഷാനവാസിനോട് ഞാൻ പറഞ്ഞത് നീയും ശരത്തപ്പാണിയുടെ കളി ഇവിടെ ഞാൻ കളിക്കാൻ. അതെന്റെ ഇഷ്ടമല്ല. അല്ല, ഞാനിവിടെ ഇല്ല. അപ്പാണി ശരത്തിന്റെ ഗെയിം കളിക്കാൻ ഇവിടെ വന്നല്ല. അത് മതി. അപ്പൊ ഞാൻ ആരോ ചേട്ടാ? ഗൈസ്, റെന ഫാത്തിമനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾ ഫാൻസുകാർക്ക് പറ്റുന്നില്ല. അവിടെ കയറി പൊട്ടിക്കും ഉറപ്പാ. എനിക്ക് തല പൊട്ടിപ്പൊളക്കുക. എനിക്കൊരു പെയിൻ കില്ലർ ആവശ്യമാണ്, അത്യാവശ്യമാണ് പെയിൻ കില്ലർ. തലവേദന എല്ലാ ആളാണോ ഒന്നരി? ഇത് ബാക്കിയുള്ള തലവേദന ആക്കിച്ചല്ലോ. നീ ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പാരട്ടെ. നിന്റെ ധാരാവി എനിക്ക് ഇതാടാ ഇത്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നിന്റെ കിണുക്കിനിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി വിടും. എടാ മണവാളത്തണ്ടി, നിന്നോട് കൂടിയാ പറഞ്ഞേക്കണത്.
വേണ്ട. എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇയാൾ കാട്ടിക്കൂട്ടുന്നത്. കേവലം കട്ടാൻ വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇയാൾ മാത്രമായി. എന്തിനു ഇതൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അനുമോള് മിണ്ടാ. കാരണം ആ ശബ്ദം ഇഷ്ടം എപ്പോഴാ തുടങ്ങി? ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഒരു മണിയിലാണ്ടിരുന്ന് ഇങ്ങനെ ഇപ്രാവശ്യം എവിടെ ലോ ട്രാക്ക് വരാൻ നോക്കിയിരിക്കുന്നു. അപ്പൊ തന്നെ വന്നു. ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫർ ആണെന്ന് ഒരു പേക്കോലം കാണിച്ചാൽ നടക്കുന്നില്ല. ഞാൻ പേര് വിളിച്ചാണ് സംസാരിക്കുന്നത്. മറ്റുള്ള നടക്കുന്ന ഊള കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാണ്ട് വിളിക്കാത്തത് പല പ്രാവശ്യം പറഞ്ഞ ബിൻസി എന്ന് വിളിക്കണം. എഡി ബോർഡിനൊക്കെ വീട്ടിൽ പോയി അമ്മനെ മകളെ വിളിച്ചോ. എന്നെ വിളിക്കാൻ അപ്പൊ അത് നിന്ന് ഈ ബോർഡിനെ വിളിക്കാത്തത് പല ഒരു ഗെയിം കിട്ടിയല്ലോ മച്ചമ്പി. എഡി ബോർഡിനൊക്കെ വീട്ടില് തനിക്ക് അങ്ങനെ ഒരു ഗെയിം പ്ലാൻ വിളിക്കണ്ട ചേട്ടൻ അത് വീട്ടിൽ വിളിച്ചാൽ മതി. വിളിക്കണ്ട പറഞ്ഞു. ആ വീട്ടുകാരെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കണ്ട. എടോ ഇത്രയൊക്കെ വിളിക്കണ്ട. ബിൻസി ഇനി ഒരാളോട് ഈ ഡയലോഗ് അടിക്കില്ല. അല്ലെങ്കിൽ ചിലർക്ക് ഡാൾ ടീ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേന് എന്തൊക്കെ പൊള്ളി വരും. അതിന് മാത്രം ഇത് ഇത്ര വലിയ പ്രശ്നമാണോ? അല്ല, ദിസ് ഇസ് നോട്ട് ബാഡ് വേർഡ്സ്. ആ വിളിക്കുമ്പോഴത്തേന് വീട്ടുകാരെ വിളിച്ചോ എന്തൊക്കെയാണ് ഇത്. ഇതാകെ ചമ്മി ബിൻസി, ആകെ ചമ്മി ഇതില്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ധീരവനിത. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ധീരവനിത ആരാണത്? വെൽക്കം ഷാരിഖ. നമസ്കാരം, വെൽക്കം ടു ബിഗ് ബോസ്. നാണം കെട്ടവളെ, നിനക്ക് നാണമില്ലേ? നിനക്ക് നിർത്തിപ്പോയിക്കൂടെ? നിനക്ക് ചത്തൂടെ? ശരിയാണ് ഗൈസ്, ബിഗ് ബോസിൽ പോയ 99% പേരെയും പൊട്ടന്മാരായിട്ട് തന്നെയാണ് ഈ കേരളത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലോട്ട് പോകില്ല എന്നൊക്കെ പറയും. പക്ഷേ ബിഗ് ബോസ് വിളിച്ചാൽ പോയിരിക്കും. കാരണം 5 കോടി രൂപ സുമ്മാ വിട മാട്ടെ. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ വിളിച്ചപ്പോൾ തന്നെ ഷാരിക മണ്ടിപ്പാഞ്ഞു പോയത്. പക്ഷെ ഷാരികയുടെ നാറി കൊണ്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിനായിരുന്നു ഇപ്പത്? ബിഗ് ബോസിൽ ഇനി ഒരുപാട് പേരുണ്ട്, പക്ഷെ അവരൊന്നും തീരെ പെർഫോം ചെയ്യുന്നില്ല. നോമിനേഷൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെന്ന് അറിയാൻ കഴിയുന്നത്. ബിഗ് ബോസിൽ ഇനി ഒരുപാട് നല്ല എന്റർടൈൻ ചെയ്യിക്കുന്ന ആൾക്കാർ വേണം. അലിൻ ജോസ് പെരേര, എനിക്ക് ഒരാളെ വളരെ ഇഷ്ടമാണ്. അങ്ങനത്തെ കൊണ്ടുവന്ന വേറെ രസമായിരിക്കും. എന്തുകൊണ്ട് അവരൊന്നും കൊണ്ടുവരാത്തെ? You are creating drama. You are creating drama. You are creating drama. You are creating